പണ്ട് മാണ്ഡവ്യൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഭക്തനും താപസിയുമായിരുന്നു ഇദ്ദേഹം. ഒരു നാൾ മാണ്ഡവ്യൻ തന്റെ ആശ്രമത്തിന് മുന്നിലുള്ള ഒരു മരിച്ചവീട്ടിൽ മൗനവ്രതം ആചരിച്ചു തുടങ്ങി. കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തിയ രീതിയിലായിരുന്നു മാണ്ഡവ്യൻ സ്ഥിതി ചെയ്തിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് മോഷ്ടാക്കൾ ക്രമാതീതമായി വർദ്ധിച്ചു. ജനങ്ങളുടെ പരാതി അനുസരിച്ച് രാജാവ് മോഷ്ടാക്കളെ പിടികൂടുവാൻ ആജ്ഞാപിച്ചു. രാജകിങ്കരന്മാർ നാടായ നാടൊക്കെ ചുറ്റി നടന്ന് മോഷ്ടാക്കളെ വേട്ടയെടുത്തി തുടങ്ങി. ഒരു നാൾ രാജകൊട്ടാരത്തിലെ ധനം തന്നെ അപഹരിച്ചുകൊണ്ട് ഒരു സംഘം തസ്കരന്മാർ കടന്നുകളഞ്ഞു. രാജകിങ്കരന്മാർ അവരെ പിന്തുടർന്നു. സമർത്ഥന്മാരായ രാജകിങ്കരന്മാരെ വെട്ടിച്ച് ഇനി രക്ഷ നേടുവാനാവില്ലെന്ന് മോഷ്ടാക്കൾക്ക് ബോധ്യമായി. ആ സമയത്താണ് മാണ്ഡവ്യന്റെ ആശ്രമം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുടിലതന്ത്രക്കാരനായ മോഷ്ടാക്കൾ അപഹരിച്ച സമ്പത്തെല്ലാം ആശ്രമത്തിന്റെ ഒരു കോണിൽ നിക്ഷേപിച്ച ശേഷം ഒളിച്ചിരുന്നു. മോഷ്ടാക്കളെ പിന്തുടർന്നു വന്ന രാജകിങ്കരന്മാർ മാണ്ഡവ്യന്റെ ആശ്രമത്തിൽ വന്നു ചേർന്നു. ധ്യാനത്തിലായിരുന്ന മാണ്ഡവ്യനോട് അവർ ചോദ്യങ്ങൾ ആരംഭിച്ചു. ഹേ ബ്രാഹ്മണ, ഈ വഴി കടന്നു വരുന്ന തസ്കരന്മാർ എങ്ങോട്ട് പോയി? അവർ പോയ ദിക്ക് കാട്ടിത്തരിക. മൗനവ്രതത്തിലായിരുന്ന മാണ്ഡവ്യൻ ശബ്ദിച്ചതേയില്ല. രാജകിങ്കരന്മാർ എത്ര തന്നെ ചോദിച്ചിട്ടും ബ്രാഹ്മണൻ നിശബ്ദനായിരുന്നു. ഒടുവിൽ കിങ്കര പ്രമുഖൻ കൽപ്പിച്ചു, ബ്രാഹ്മണനായ ഇവനും മോഷ്ടാവാണ്. അല്ലെങ്കിൽ എത്ര തന്നെ ചോദിച്ചിട്ടും ഇവൻ ഉത്തരം പറയാത്തത് എന്തുകൊണ്ടാണ്? ഉടനെ ഇവനെ പിടിച്ചു കെട്ടുക. അവർ മാണ്ഡവ്യനെ പിടിച്ചു കെട്ടിയ ശേഷം ആശ്രമത്തിനുള്ളിൽ കടന്നു. അപ്പോൾ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്ന മോഷ്ടാക്കളെയും അവർ പിടികൂടി. മോഷണ വസ്തുക്കളും എടുത്ത് മോഷ്ടാക്കളുമായി അവർ രാജധാനിയിലേക്ക് പോയി. രാജൻ, അവിടുത്തെ കൽപ്പന പ്രകാരം ഞങ്ങൾ മോഷ്ടാക്കളെ പിടികൂടി. പ്രഭു, ബ്രാഹ്മണനായ ഇവനാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും തന്ത്രക്കാരൻ. ഈ സമയമായിട്ടും അവൻ യാതൊന്നും പറഞ്ഞിട്ടില്ല. മാണ്ഡവ്യനെ ചൂണ്ടിക്കാട്ടി രാജകിങ്കരന്മാർ അറിയിച്ചു, നമ്മുടെ കൊട്ടാരത്തിൽ കയറി മോഷണം നടത്തിയ ഈ മോഷ്ടാക്കൾ യാതൊരു വിധത്തിലും മാർപ്പർഹിക്കുന്നില്ല. ഇവർ ഏവരെയും വധഭൂമിയിൽ കൊണ്ടുപോയി ശൂലത്തിൽ തറയ്ക്കുക. രാജാവ് കൽപ്പിച്ചു. അതനുസരിച്ച് മാണ്ഡവ്യനെയും മറ്റു മോഷ്ടാക്കളെയും രാജഭടന്മാർ ശൂലത്തിൽ തറച്ചു നിർത്തി. ക്ഷണത്തിൽ കള്ളന്മാർ മരിക്കുകയും ചെയ്തു. നാളുകൾ കടന്നുപോയി. ഹൃദയത്തിൽ ശിവസഹസ്രനാമവുമായി ശൂലത്തിൽ കിടന്ന മാണ്ഡവ്യൻ മാത്രം മരിച്ചില്ല. ഈ ഘട്ടത്തിൽ പരമശിവൻ മാണ്ഡവ്യന് പ്രത്യക്ഷനായി. അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ വ്രതം ആശ്ചര്യകരമായിരിക്കുന്നു. കഠിനവേദനയാലെ ആരും നിലവിളിക്കുന്ന അവസ്ഥയിൽ സംജാതമായിട്ട് പോലും ഭവാൻ നിയന്ത്രണം വിട്ടില്ലല്ലോ. അതിനുചിതമായ പ്രതിഫലം നൽകുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ബ്രാഹ്മണ, താങ്കൾക്ക് മരണമില്ലാതായി തീരട്ടെ. അതോടൊപ്പം അങ്ങയുടെ ഏതു വാക്കും ഫലിക്കുവാനും ഇടവരുന്നതായിരിക്കും. കൈലാസനാഥൻ അരുളി ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മാണ്ഡവ്യൻ തന്റെ മൗനവ്രതം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാ, അവിടുത്തെ കൃപയാൽ ഞാൻ ധന്യനായി. ഭഗവാൻ അവിടുത്തെ പാദങ്ങളിലൊന്ന് സ്പർശിക്കുവാൻ എനിക്ക് കഴിയാത്തതിൽ എനിക്കുള്ള ഖേദം ചെറുതല്ല. എങ്കിലും അവിടുത്തെ അമൃതവാണി എന്നെ ആനന്ദിപ്പിക്കുന്നു. പ്രഭു, എന്നും എൻ്റെ കടാക്ഷം നിന്നിലുണ്ടാകുന്നതാണ് എന്ന് അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി. പിന്നെ നാളുകളോളം മാണ്ഡവ്യൻ ശൂലത്തിൽ കിടന്നു. എന്നിട്ടും മരണം അദ്ദേഹത്തെ തേടി വരാത്തത് മനസ്സിലാക്കിയ രാജാവ് പശ്ചാത്താപ വിവേശനായി തീർന്നു. അദ്ദേഹം കൽപ്പിച്ചു, നാം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണൻ കുറ്റവാളിയാലെന്ന് ബോധ്യമായിരിക്കുന്നു. പാപിയായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതിനകം മരണമടയേണ്ടതാണ്. സാക്ഷാൽ പരമേശ്വരൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായെന്നും വാർത്ത കേൾക്കുന്നു. അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കുക. രാജരജ്ഞപ്രകാരം കിങ്കരന്മാർ വധഭൂമിയിലെത്തി. മാണ്ഡവ്യനെ ശൂലത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു. എത്ര തന്നെ ശ്രമിച്ചിട്ടും അവർക്കതിനെ സാധിച്ചില്ല. ഒടുവിൽ ശൂലം മുറിച്ചെടുത്തു. പക്ഷെ ശൂലം എന്ന മാണ്ഡവ്യന്റെ ശരീരത്തിൽ തന്നെ അവശേഷിച്ചു. രാജാവ് മാണ്ഡവ്യനോട് മാപ്പപേക്ഷിച്ചു. രാജൻ, കൊടിയ വേദന എനിക്ക് അതിജീവിക്കുവാൻ സാധിച്ചതും എന്നെ അമരനാക്കി തീർത്തതുമെല്ലാം ഭഗവാന്റെ ശിവൻ മഹത്വമാണ്. രാജൻ, എനിക്ക് അങ്ങയോട് യാതൊരു വിരോധവുമില്ല. ഇങ്ങനെ രാജാവിനോട് പറഞ്ഞ ശേഷം ശിവസ്തുതികളോടെ മാണ്ഡവ്യൻ തന്റെ ആശ്രമത്തിലേക്ക് യാത്രയാകുകയും ചെയ്തു. അടുത്തത് പരമേശ്വരൻ അത്രീശ്വരനായ കഥയാണ്. തുടരും.